നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പലപ്പോഴും നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ആമസോണിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആമസോണിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോക്കകത്ത് ഏതെങ്കിലും ഭാഗം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് ആപ്പുകളുടെ സഹായമില്ലാതെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞു വെക്കണം. കാരണം നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് പലപ്പോഴും അധികം ആളുകളുടെ മൊബൈൽ ഫോണിനകത്തും സ്റ്റോറേജ് പ്രശ്നം വലിയൊരു കാര്യമാണ്. മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഇല്ല എന്നുള്ളത്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ നമുക്ക് ഇത്തരത്തിൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതെ, എന്നാൽ ആ ആപ്പുകളുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ബാക്ക്ഗ്രൗണ്ട് റിമൂവറോ അല്ലെങ്കിൽ BG റിമൂവർ എന്നൊക്കെയുള്ള ആപ്പുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. പ്ലേ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവിനുള്ള ആപ്പുകൾ കിട്ടും. ചില ആളുകൾ പിക്സാർട്ട് ഉപയോഗിച്ച് അതിനകത്തുനിന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത് ആപ്പില്ലാതെ എങ്ങനെ നമുക്ക് ഏത് ഫോട്ടോയുടെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, BG റിമൂവ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കാണാം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. ഇനി താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ വേറെയും ഒരുപാട് വെബ്സൈറ്റുകൾ കിട്ടും. പക്ഷേ കുറച്ചുകൂടെ മികച്ചത് നമുക്കിവിടെ റിമൂവ് BG എന്നുള്ള ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, താഴെ അപ്ലോഡ് ഇമേജ് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഈ ഒരു ഫോട്ടോ ഇതുപോലെ കിട്ടും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. താഴെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തെ നമുക്ക് പണം കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഈ ഫ്രീ എന്നുള്ളത് ഡൗൺലോഡ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് അധികം ആളുകൾക്ക് അറിയുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ വെബ്സൈറ്റ് നമ്മൾ പരിശോധിക്കുന്നത് പലപ്പോഴും നമ്മൾ ഫോണ്ട് സ്റ്റൈലുകൾ നമ്മുടെ വാട്സപ്പിൽ സുഹൃത്തുക്കൾക്ക് ഓരോ ഫോണ്ട് സ്റ്റൈലുകൾ അയച്ചു കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഫോണ്ട് സ്റ്റൈലുകൾ നമ്മൾ അയക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് അതിന് വേണ്ടി ഏതെങ്കിലും ഫോണ്ട് സ്റ്റൈൽ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണം. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. ആപ്പില്ലാതെ നമുക്ക് ഗൂഗിൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫോണ്ട് സ്റ്റൈൽ എന്നോ അല്ലെങ്കിൽ ഫാൻസി ഫോണ്ട് സ്റ്റൈൽ എന്നോ ഒക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെബ്സൈറ്റുകൾ അതിനകത്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. ആദ്യം തന്നെ കാണുന്ന ഈ ഫോണ്ട് ജനറേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് കളർഫുള്ളായിട്ട് കിട്ടുന്ന വെബ്സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിൽ മനോഹരമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകളുണ്ട്. ചില ആളുകളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാമിനകത്ത് അവരുടെ ബയോ ഡാറ്റയ്ക്കകത്ത് ഒരുപാട് മനോഹരമായ രീതിയിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഇത്തരത്തിൽ ഇതുപോലെ വെബ്സൈറ്റിലോ ആപ്പിലൊക്കെ ഉപയോഗിച്ച് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇതിനകത്ത് നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഫാൻസി ടെക്സ്റ്റുകളാണ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ടെക്സ്റ്റ് എന്ന ഭാഗത്തുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ലൈവ് ടിപ്സ് മീഡിയ എന്ന നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ പേരുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരും. അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ താഴെ ഭാഗത്ത് നോക്കുക, ലൈവ് ടിപ്സ് മീഡിയ എന്ന പേരിൽ പല പേരിലും പല ഫോണ്ട് സ്റ്റൈലിലൊക്കെ ഇവിടെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്ത രീതിയിലും മനോഹരമായിട്ടുള്ള ഫോണ്ട് സ്റ്റൈലുകൾ. താഴെ ലോഡ് മോർ ഫോണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ഫോണ്ട് സ്റ്റൈലുകൾ ഇവിടെ കിട്ടും, കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുത്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയൊക്കെയോ ബയോഡാറ്റയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളത് നമ്മൾ ജസ്റ്റ് ഏതാണോ വേണ്ടതെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് കോപ്പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കോപ്പി ആകും. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മളുടെ ഒരു ഫോട്ടോ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോക്കകത്ത് നമുക്ക് ഒരു വ്യക്തി അങ്ങ് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ എനിക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അതിനകത്ത് എനിക്ക് ഇടത് ഭാഗത്ത് കാണുന്ന വ്യക്തിയുടെ ഫോട്ടോ എനിക്ക് റിമൂവ് ചെയ്ത് കളയണം ഇതിനകത്തുനിന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് ഒരാളെ റിമൂവ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമുക്ക് ആപ്പുകൾ വേണം. അതായത് ഒബ്ജക്റ്റ് റിമൂവ് ആയിട്ടുള്ള ആപ്പുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ ജസ്റ്റ് ഒബ്ജക്റ്റ് റിമൂവ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗൂഗിളിനകത്ത് ഒബ്ജക്റ്റ് റിമൂവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് വെബ്സൈറ്റുകൾ കിട്ടും. ഞാനിപ്പോൾ ആദ്യത്തെ തന്നെ ഒരു ഫോട്ടോ റൂം എന്നുള്ള ഇതിനകത്താണ് ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ സെലക്ട് പിക്ചർ എന്ന് കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. നമ്മൾ നേരത്തെ ഗൂഗിൾ കണ്ട ആ ഫോട്ടോ ഞാൻ ഇതിനകത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ബ്രഷ് എന്ന് കാണും ഏറ്റവും മുകളിൽ. അതിൻ്റെ ലൈറ്റ് ആ ബ്രഷിൻ്റെ വലുപ്പം ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ അടുത്ത ഭാഗത്ത് കാണുന്ന ഈ വ്യക്തിയാണ് നമുക്ക് വേണ്ടാത്തതെങ്കിൽ ആ വ്യക്തി ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ മനോഹരമായിട്ട്, ഞാനിപ്പോൾ ഒരുപാട് സമയമെടുത്തൊന്നും ഉപയോഗിക്കുന്നില്ല, സമയമെടുത്ത് നിങ്ങൾ മനോഹരമായിട്ട് ഇത് തിരിച്ചറിയാത്ത രീതിയിൽ തന്നെ റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. ഞാനത് ജസ്റ്റ് കാണിച്ചിരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ആ ഫോട്ടോയിൽ നിന്ന് അയാൾ ഒഴിവാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ സമയമെടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് അത് മായ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ അത് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. ഇനി ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോക്കകത്ത് ഒരു സാധനം നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോയിൽ ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം
ചാറ്റ് GPT-യിലോ ജെമിനിയിലോ ഇട്ട് കൊടുത്ത് നിങ്ങളതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മാർക്ക്ഡ് ഏരിയ റിമൂവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ മാർക്ക് ചെയ്ത സ്ഥലം ഒഴിവാക്കുക എന്നൊക്കെ എഴുതി കൊടുത്ത് ചാറ്റ് GPT-യിലോ ജെമിനിയിലോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫോട്ടോ ആക്കി ആ ഒരു ഭാഗം റിമൂവ് ചെയ്ത് ഫോട്ടോ ആക്കി തരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒട്ടനേകം സൗകര്യങ്ങൾ നമുക്ക് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഗൂഗിൾ ഉപയോഗിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അറിവാണ്. പല ആളുകളും ഓരോ ആവശ്യത്തിന് വേണ്ടി, ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടി, ഫോട്ടോ ബ്ലർ ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് ഉണ്ട്. എല്ലാം കൂടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് കൊടുത്തുകൊണ്ടാണ്. എല്ലാ സൗകര്യങ്ങൾക്കും വെബ്സൈറ്റ് ലഭ്യമാണ്. ആ വെബ്സൈറ്റുകൾ ക്ലിക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതെ ഗൂഗിൾ flipkart.com എന്ന് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തവർക്ക് സാധാരണ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആമസോണിലും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന പോലെ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാക്കി കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഓൺലൈനിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.